ജോഷില, ഗുഡ് മോർണിംഗ്. ഏതായാലും ഇപ്പോൾ കേൾക്കുന്നത് ലീഗ് വീണ്ടും പിരിവ് നടത്താൻ പോകുന്നു എന്നതാണ്. വയനാട്ടിലെ പുനരധിവാസവുമായി ബന്ധപ്പെട്ട് അതിനുള്ള നീക്കങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. അതോടൊപ്പം തന്നെ ഇവർ വാങ്ങിയ ഈ തോട്ടം ഭൂമിയിൽ നിർമ്മാണ പ്രവർത്തികൾ ആരംഭിച്ചു എന്നും കേൾക്കുന്നു. ഈ തോട്ടം ഭൂമിയിൽ എങ്ങനെയാണ് വീട് നിർമ്മാണം സാധ്യമാവുക? എന്തെങ്കിലും പോംവഴി അവരുടെ മുൻപിലുണ്ടോ? നേരത്തെ തന്നെ ചർച്ച ചെയ്ത വിഷയമാണ്. ഈ വിവാദം നിലനിൽക്കെയാണ് തിങ്കളാഴ്ച ഇവിടെ ഈ വിവാദ ഭൂമിയിൽ ലീഗ് വീട് നിർമ്മാണം ആരംഭിച്ചിരിക്കുന്നത്. ഭവന നിർമ്മാണ പദ്ധതി ആരംഭിച്ചിരിക്കുന്നു എന്ന് വേണം പറയാൻ. എന്തായാലും ഇത് ആളുകളെ വഞ്ചിക്കുന്ന ഒരു രീതിയിലേക്ക് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് ദുരന്ത ബാധിതരെ മുൻനിർത്തിക്കൊണ്ട് തന്നെ കളിക്കാനുള്ള തീരുമാനമാണ് ലീഗിൻ്റെത്. അവർക്ക് ഭൂമിയും വീടും നഷ്ടപ്പെടുമോ ഇല്ലയോ എന്നുള്ള ആശങ്ക ഇപ്പോഴും നിലനിൽക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. കാരണം ഈ ഭൂമി തരം മാറ്റിയതാണ്, തോട്ടഭൂമി വാങ്ങി തരം മാറ്റിയതാണ് എന്നുള്ളത് സോണൽ ലാൻഡ് ബോർഡ് സംസ്ഥാന ലാൻഡ് ബോർഡിന് പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു. മാത്രമല്ല ഇവർ വിറ്റവർക്കും വാങ്ങിയവർക്കും എതിരെ കേസെടുക്കാനുള്ള നടപടികളുമായി മുന്നോട്ട് പോകണം എന്നുള്ള ശുപാർശയടക്കം നൽകി സംസ്ഥാന ലാൻഡ് ബോർഡിന്റെ അനുമതിക്കായി കാത്തുനിൽക്കുന്ന അവസരത്തിലാണ് ഇത്തരമൊരു ഭവന നിർമ്മാണം ലീഗ് ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത്. ഇതേ വിവാദ ഭൂമിയിൽ ഭവന നിർമ്മാണം ആരംഭിച്ചിരിക്കുകയാണ്. ഈ വീടും സ്ഥലവും സ്വന്തമാക്കാനാകുമോ അല്ലെങ്കിൽ സ്വന്തം പേരിൽ ലഭിക്കുമോ, അവകാശം ലഭിക്കുമോ എന്ന് പോലും അറിയാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ ഭവന നിർമ്മാണത്തിലേക്ക് ലീഗ് കടന്നിരിക്കുന്നത്. 5.28 ഞാൻ ആ കാര്യം ഇങ്ങനെ ആലോചിക്കുകയായിരുന്നു. ഈ തോട്ടം ഭൂമിയിൽ ഇവർ എങ്ങനെയാണ് വീട് നിർമ്മിക്കുക? എന്ത് അടിസ്ഥാനത്തിലാണ് അവിടെ നിർമ്മാണ പ്രവർത്തികൾ ഇവിടെ അവർ ആരംഭിച്ചിരിക്കുന്നത്? കാരണം 1964 നിയമപ്രകാരം തോട്ടം ഭൂമിയിൽ വീട് നിർമ്മാണം സാധ്യമല്ലല്ലോ. അപ്പോൾ എങ്ങനെയാണ് അവർ അവിടെ വീട് നിർമ്മാണം ആരംഭിച്ചിരിക്കുന്നത് എന്ന് ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നു. എനിക്ക് തോന്നുന്നത് ഇവിടെ ഉണ്ടാകാൻ പോകുന്ന കാര്യം ഞാൻ ഇപ്പോൾ തന്നെ പറഞ്ഞു വെക്കാം. ലീഗ് അവിടെ വീട് നിർമ്മാണം ആരംഭിക്കും. സ്വാഭാവികമായും നിയമപ്രശ്നങ്ങൾ ഉണ്ടാകും. അവർ നാട്ടുകാരോട് പറയാൻ പോകുന്നത് ഞങ്ങൾ ഭൂമി വാങ്ങി വീട് നിർമ്മിക്കാൻ ശ്രമിച്ചു, പക്ഷേ സർക്കാർ തടഞ്ഞു എന്നതായിരിക്കാം അവർ ഇതുമായി ബന്ധപ്പെട്ട് പറയാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ന്യായീകരണം. എഴുതി വച്ചോളൂ. മനു, ഇത് പറയാൻ പോകുന്നു എന്നുള്ളതല്ല, പറഞ്ഞു കഴിഞ്ഞു എന്നുള്ളതാണ് വസ്തുത. കഴിഞ്ഞ ദിവസം പി കെ കുഞ്ഞാലിക്കുട്ടി മാധ്യമങ്ങളെ കണ്ടിരുന്നു. അതായത് ഈ ഭവന നിർമ്മാണത്തിന് പ്രവൃത്തിക്കായി എത്തിച്ചേർന്ന പി കെ കുഞ്ഞാലിക്കുട്ടി, സാദിഖ് അലി ശിഹാബ് തങ്ങളാണ് ഇതിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത്. പി കെ കുഞ്ഞാലിക്കുട്ടിയും PMA സലാം അടക്കമുള്ള നേതാക്കൾ ഈ ഭവന നിർമ്മാണ സമയത്ത് അവിടെ ഉണ്ടായിരുന്നു, ഈ തുടങ്ങുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്നു. ഇവർ മാധ്യമങ്ങളോട് പറഞ്ഞിരിക്കുന്നത് എന്തിനാണ് വിവാദത്തിലേക്ക് പോകുന്നത്? ലീഗിന് വീടെടുക്കണ്ടേ? ലീഗ് വീടെടുത്താൽ എന്താണ് കുഴപ്പം? സർക്കാരും ഇതുപോലെ തന്നെ തോട്ടഭൂമിയിലല്ലേ വീടെടുക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇതിന്റെ നിയമവശങ്ങളൊക്കെ മറച്ചു വെച്ചുകൊണ്ട് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലേക്കാണ് പി കെ കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ള നേതാക്കൾ പോയത് എന്നുള്ളതാണ്. പി കെ കുഞ്ഞാലിക്കുട്ടിക്ക് ഇതുമായി ബന്ധപ്പെട്ട വസ്തുതകൾ അറിയാത്തതല്ല. തോട്ടം ഭൂമിയാണ് വാങ്ങിയത്. പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ ബന്ധുവിൽ നിന്നാണ് തോട്ടം ഭൂമി വാങ്ങിയത്. ഈ ബന്ധു തന്നെ പിന്നീട് കല്ലങ്കോടൻ മൊയ്തു എന്ന പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ ബന്ധു തന്നെ സോണൽ ബോർഡിന് മുൻപാകെ താൻ നൽകിയത്, താൻ വിറ്റത് തോട്ടഭൂമിയാണ്, തരം മാറ്റിയോ വാങ്ങിയവർ തരം മാറ്റിയോ എന്ന് തനിക്ക് അറിയില്ലെന്നും പറയുകയുണ്ടായി. ഈ റിപ്പോർട്ട് അടക്കമാണ് സംസ്ഥാന ലാൻഡ് ബോർഡിലേക്ക് പോയിരിക്കുന്നത്. ഈ തോട്ടം ഭൂമി തരം മാറ്റിയതാണെന്ന് അറിയാത്തവരല്ല ലീഗുകാരൊന്നും തന്നെ. എന്നാൽ ദുരന്ത ബാധിതരെയാണ് ഇത് ഏറ്റവും പ്രധാനമായി ബാധിക്കുക എന്നുള്ളതാണ്. ദുരന്ത ബാധിതരുടെ പേരിലേക്ക് ഭൂമി മാറ്റിക്കൊണ്ട് ദുരന്ത ബാധിതരെ മുൻനിർത്തിക്കൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട് സമരം നടത്താനുള്ള പദ്ധതികൾക്ക് അവർ ഓരോ സ്റ്റെപ്പായി, അതായത് ഓരോ പടിപടിയായി മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അവരെ ആകെ തന്നെ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുകയാണ്. വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ സമയത്തും നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സമയത്തും ആ പാവപ്പെട്ട മനുഷ്യരെ മുൻനിർത്തിയുള്ള ലീഗിന്റെ സമരങ്ങൾ അല്ലെങ്കിൽ UDF-ന്റെ സമരങ്ങൾ നമുക്ക് കാണാൻ കഴിയും. മാധ്യമങ്ങൾ അതിന് വലിയ പിന്തുണ കൊടുക്കുകയും ചെയ്യും. അവരൊന്നും യഥാർത്ഥ വസ്തുത എന്താണെന്നോ എന്തുകൊണ്ടാണ് അവർക്ക് അവിടെ വീട് നിർമ്മിക്കാൻ കഴിയാതെ പോകുന്നത് എന്നോ പൊതുസമൂഹത്തോട് പറയുകയുമില്ല. ഇതുറപ്പാണ്, ഇതാണ് സംഭവിക്കാൻ പോകുന്നത്. അതിനൊരു മാറ്റവും ഉണ്ടാകില്ല. അതങ്ങനെ നിൽക്കുമ്പോൾ തന്നെ ഇപ്പോൾ ജോഷിൽ പറഞ്ഞതനുസരിച്ച് ഞാൻ മനസ്സിലാക്കുന്നത് ലീഗ് വീണ്ടും പിരിവിലേക്ക് കടക്കുന്നു എന്നതാണ്. എന്താണ്, ഇവർക്ക് ഇനിയും പണം തികയുന്നില്ലേ? ആവശ്യത്തിന് പണം പിരിച്ചില്ലേ? അവർ ഉദ്ദേശിച്ച പണം പിരിഞ്ഞു കിട്ടിയില്ലേ? പിന്നെ എന്തുകൊണ്ടാണ് അടുത്ത പിരിവിലേക്ക് കിടക്കുന്നത്?
40 കോടി രൂപ പിരിഞ്ഞു കിട്ടി എന്നതാണ് ലീഗ് പുറത്തുവിട്ട കണക്ക്. എന്നാൽ അനൌദ്യോഗികമായ കണക്കുകൾ പറയുന്നത് ഇത്രയൊന്നുമല്ല. കാരണം അത് കണക്ക് വെച്ച് നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാകും 40 കോടിയിലധികം രൂപ ലീഗിന് പിരിഞ്ഞു കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് അനൌദ്യോഗികമായി നമുക്ക് അറിയാൻ സാധിച്ചിട്ടുണ്ട്. എന്നാൽ പോലും ലീഗ് ആളുകളെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മളുടെ ഈ വിഷയം മുഴുവൻ ആരംഭിക്കുന്നത് തന്നെ വില്ലേജ് ഓഫീസർ ആദ്യമായി നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ്. വില്ലേജ് ഓഫീസർ പറഞ്ഞിരിക്കുന്നത് തോട്ടം ഭൂമി വിറ്റിരിക്കുന്നു എന്നുള്ളതാണ്. തോട്ടം ഭൂമി തരം മാറ്റി വിറ്റിരിക്കുന്നു എന്നുള്ളതായിരുന്നു. അങ്ങനെ ഒരു സംശയമുണ്ട് എന്നുള്ളതായിരുന്നു. അവിടെ നിന്നാണ് ആരംഭിക്കുന്നത്. അതിൽ മറ്റൊരു കാര്യം, ഈ തോട്ടം ഭൂമി 15,000-നും 25,000-നും ഇടയിൽ സെന്റിന് വിലയുള്ള തോട്ടം ഭൂമി ഏകദേശം 1.25 ലക്ഷം രൂപ 1,25,000 രൂപ വരെ കൊടുത്തുകൊണ്ടാണ് ലീഗ് ഈ തോട്ടം ഭൂമി വാങ്ങിയിരിക്കുന്നത്. അതായത് വിറ്റവനെ സഹായിക്കുന്ന നിലപാടിലേക്ക് ലീഗ് നേതൃത്വം പോയിരിക്കുന്നു. ഈ വിറ്റവനെ സഹായിക്കുക എന്ന് പറയുന്നത് കല്ലൻകോടൻ മൊയ്തുവിനെ സഹായിക്കുകയാണ്. ഏറ്റവും മോശമായ ഭൂമി വലിയ വില കൊടുത്ത് ദുരന്ത ബാധിതരുടെ പേരിൽ പിരിച്ച ഫണ്ട് കൊടുത്ത് വാങ്ങിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത്. ഈ വാർത്തയെ സംബന്ധിച്ചിടത്തോളം ആ വാർത്തയിൽ പറഞ്ഞിരുന്ന ഒരു കാര്യം 12 കോടി രൂപ 40 കോടിയിൽ 12 കോടി രൂപ ഈ ഭൂമിക്കായി വേണ്ടി മാത്രം ലീഗ് ചിലവാക്കി എന്നുള്ളതാണ്. ഇത് ആരുടെ പണമാണ് എന്ന് ആലോചിക്കണം. ലീഗിൽ ചില പ്രവർത്തകരും നേതാക്കളും പറയുന്നത് ലീഗുകാരുടെ പണം തന്നെയാണ് എന്നുള്ളതാണ്. ലീഗുകാരുടെ പണമല്ലാതെ ലീഗ് നേതൃത്വം ദുരന്ത ബാധിതരുടെ പേര് പറഞ്ഞ് ആ ദുരന്തത്തെ ചൂഷണം ചെയ്തുകൊണ്ട് വാങ്ങിച്ച പണമാണ് ലീഗ് നേതൃത്വത്തിന്റെ പണം എന്നിപ്പോൾ ലീഗ് നേതൃത്വം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ലീഗ് നേതൃത്വത്തിന്റെ പണമല്ല, ദുരന്ത ബാധിതരുടെയും സാധാരണ ജനങ്ങളുടെയും പണമാണ് 12 കോടിയിലധികം രൂപ ചെലവഴിച്ച് ഭൂമി വാങ്ങാനായി ഇപ്പോൾ ഉപയോഗിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. ഈ 12 കോടിയിലധികം രൂപ എന്ന് പറയുന്നത് ഏകദേശം 6 കോടിക്കോ 5 കോടിക്കോ ഒക്കെ ഭൂമി വാങ്ങിക്കേണ്ടതായിരുന്നു. ബാക്കി 5-6 കോടി ഈ ഭവന നിർമ്മാണത്തിനായി ഉപയോഗിക്കേണ്ടതായിരുന്നു. ഇത് ദുരന്ത ബാധിതർക്ക് വേണ്ടി ഉപയോഗിക്കേണ്ട പണമായിരുന്നു. ഇതാണ് അനധികൃതമായി തങ്ങളുടെ തന്നെ പോക്കറ്റിലേക്ക് വരാൻ വേണ്ടി ലീഗ് വളരെ ബുദ്ധിപൂർവ്വമുള്ള ശ്രമം നടത്തിയിരിക്കുന്നത്. കല്ലൻകോടൻ മൊയ്തുവിനടക്കം 12 കോടി രൂപയിലേക്ക്, കല്ലൻകോടൻ മൊയ്തു അടക്കമുള്ള 5 പേർക്ക് 12 കോടി രൂപ നൽകുന്ന അവസ്ഥയിലേക്ക് ലീഗ് നേതൃത്വം മാറി എന്നുള്ളതാണ് യഥാർത്ഥ വസ്തുത. ഈ വസ്തുതകളൊക്കെ പറിച്ചു വെച്ചുകൊണ്ടാണ് ഞങ്ങൾ എന്തോ വലിയ ഉപകാരം ചെയ്യുന്നു എന്നുള്ള മട്ടിൽ, ഞങ്ങൾ ഭവന നിർമ്മാണ പദ്ധതി ആരംഭിച്ചിരിക്കുന്നു എന്നുള്ള മട്ടിൽ ഇപ്പോൾ ലീഗ് നേതൃത്വവും ലീഗ് പ്രവർത്തകരും അടക്കം പ്രചാരണം നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് മറ്റൊരു വസ്തുത. കേരള ഭൂപരിഷ്കരണ നിയമപ്രകാരം 105A പ്രകാരം ഈ ഭൂമി തോട്ടഭൂമിയാണ്. ഇത് അനധികൃതമായി തരം മാറ്റിയതായി കണ്ടെത്തിയിട്ടുണ്ട്. പ്രാഥമിക അന്വേഷണത്തിൽ സോണൽ ബോർഡ് ഇത് കണ്ടെത്തിയിട്ടുണ്ട്. ഇത് വിറ്റവർക്കും വാങ്ങിയവർക്കുമെതിരെ കേസെടുക്കാനുള്ള നടപടികളുമായി സോണൽ ബോർഡും സംസ്ഥാന ലാൻഡ് ബോർഡും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന അവസരത്തിലാണ് ഇത്തരത്തിലൊരു ഭവന നിർമ്മാണം ആരംഭിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് മറ്റൊരു വസ്തുത. ഇത് ജനങ്ങളെയും അതുപോലെ തന്നെ ദുരന്ത ബാധിതരെയും വഞ്ചിക്കുന്ന രീതിയിലേക്കാണ് ലീഗ് പോയിരിക്കുന്നത് എന്നുള്ളതാണ് ഒരു വസ്തുത. മനു.